അവതാരം പരമേശമേക്ഷം തം രാമകൃഷ്ണം ശിരസാ നമാമി. ഇന്നിപ്പോൾ ഒരു ക്ലാസ് എന്ന് ഞാൻ അധികം അങ്ങോട്ട് പ്രതീക്ഷിച്ചിരുന്നില്ല. കാരണം ഇന്നലെ ഞാൻ വിജയമോഹൻ സാറുമായിട്ട് സംസാരിച്ചിരുന്നു. അപ്പം കഴിവതും എത്താം എന്ന് എന്നോട് പറഞ്ഞിരുന്നു. അപ്പോൾ എരുമേലിയിൽ എന്തോ ഒരു പ്രോഗ്രാമുണ്ട്, അത് കഴിഞ്ഞ് എത്താമെന്നാണ് പറഞ്ഞിരുന്നത്. അപ്പോൾ അതുകൊണ്ട് ഞാനൊരു വലിയ പ്രിപ്പറേഷനൊന്നും ചെയ്തില്ലെന്ന് മാത്രമല്ല, എന്താണ് സംസാരിക്കേണ്ടതെന്ന് പോലും ഒരു ഫൈനൽ തീരുമാനത്തിലെത്തിയിട്ടില്ല. ഇപ്പോൾ ഇതുവരെ എത്താത്തത് കൊണ്ടും പിന്നെ വിഷ്ണുചേട്ടൻ ഏതാണ്ട് 1 മണിക്കൂർ 20 മിനിറ്റ് കൂടുതൽ സംസാരിക്കുകയുണ്ടായി. അത് ഇനി ഒരു മണിക്കൂറോടായാലും കേട്ടിരിക്കാം, അതിന് പിന്നെ ബുദ്ധിമുട്ടൊന്നുമില്ല. എങ്കിലും ഇടയ്ക്കൊരു ചേഞ്ച് വേണമല്ലോ എന്ന് വിചാരിച്ചു. അതുകൊണ്ടാണ് ഞാൻ എന്തെങ്കിലും പറയാമെന്ന് വിചാരിച്ചത്. ഇപ്പോൾ ഇവിടെ വൃന്ദ എന്ന അപ്രധാനമായ ഒരു കഥാപാത്രത്തെ പറ്റിയാണ് പറഞ്ഞത്. വചനാമൃതത്തിൽ 1-2 ഭാഗത്ത് മാത്രമാണ് വൃന്ദയുടെ പേര് വരുന്നത്. വൃന്ദ ആധ്യാത്മികമായ ഒരു വിഷയവും ചർച്ച ചെയ്തിട്ടില്ല, ഭഗവാനോട് ചർച്ച ചെയ്തിട്ടില്ല, വൃന്ദ പോയിട്ട് കേട്ടിട്ടുമില്ല. എന്ന് പറഞ്ഞാൽ അതിനർത്ഥം കേട്ടിട്ടില്ല എന്ന് തീരെയല്ല, അത് കേൾക്കാനായി മറ്റ് ശിഷ്യരെ പോലെ, മറ്റ് ഗൃഹസ്ഥ ശിഷ്യരെ പോലെ പോയിരുന്ന് കേട്ടിട്ടില്ല. പക്ഷേ ശ്രീരാമകൃഷ്ണൻ്റെ ജീവിതം അവിടെ മുഴുവൻ കാണുന്നുണ്ടായിരുന്നു. അങ്ങനെ ഒരു ഭാഗ്യം വൃന്ദയ്ക്കുണ്ടായി. ശ്രീരാമചന്ദ്രൻ്റെ അനുജനായിരുന്നു ലക്ഷ്മണൻ. സദാ സർവദാ ശ്രീരാമൻ്റെ തൊട്ടു പിറകെ ഉണ്ടായിരുന്ന ഒരു വ്യക്തിയാണ് ലക്ഷ്മണൻ. പക്ഷേ വനവാസകാലത്ത് സീതയാകുന്ന മായയുടെ മറവിൽ ശ്രീരാമചന്ദ്രൻ്റെ സാമീപ്യം ഉണ്ടായിരുന്നെങ്കിലും അത് അനുഭവിക്കാൻ ലക്ഷ്മണന് അവസരങ്ങൾ വളരെ കുറവായിരുന്നു. നമ്മളുടെയൊക്കെ ജീവിതത്തിൽ അങ്ങനെയാണ്. പലപ്പോഴും പല കാര്യങ്ങൾ നമുക്ക് അവസരങ്ങളുണ്ടെങ്കിലും നമ്മൾ ഒരുപക്ഷെ അത് ഉപയോഗപ്പെടുത്താറില്ല. അതിൻ്റെ പ്രധാന കാരണം നമ്മുടെ മനസ്സ് ആ തലത്തിലേക്ക് വളർന്നിട്ടില്ലാത്തത് കൊണ്ടാണ്. ഇപ്പോൾ ശ്രീരാമകൃഷ്ണൻ്റെ ജീവചരിത്രത്തിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇതുപോലെയുള്ള ഈ നിസ്സാരമായ വ്യക്തികളെ, നിസ്സാരമായ സംഭവങ്ങളിലൂടെ വലിയ വേദാന്ത സത്യങ്ങളെ ശ്രീരാമകൃഷ്ണൻ വെളിപ്പെടുത്തിയിട്ടുണ്ട് ഒരുപാട് അവസരങ്ങളിൽ. അതുപോലെ ദുഷിച്ച മനസ്സ്, അതായത് എന്താ പറയുക, ചഞ്ചലമായ മനസ്സ്, ആധ്യാത്മികതയിലേക്ക് തിരിയാത്ത മനസ്സുകൾക്ക് വേണ്ട മറുപടികൾ ചൊട്ട മറുപടിയായിട്ട് കൊടുത്തിട്ടുണ്ട്. ചാട്ടുളി പോലെ ശ്രീരാമകൃഷ്ണൻ മറുപടി പറഞ്ഞിട്ടുണ്ട്. ശ്രീരാമകൃഷ്ണൻ ആരെയും നിരാകരിച്ചിരുന്നില്ല, എല്ലാവരെയും തൻ്റേതാക്കി മാത്രമാണ് ഉണ്ടായത്. ശാരദാദേവി ആവർത്തിച്ച് പറയില്ലേ, നീ ലോകം നിൻ്റേത്, നിൻ്റെ സ്വന്തമാക്കിക്കൊള്ളൂ. ഒരു വലിയ അർത്ഥമാണത്. ഒരു വളരെ വിശാലമായ ഒരർത്ഥം അതിൻ്റെ പറയിലുണ്ട്. ഏകം സത് വിപ്രാ ബഹുധാവതന്തി. പണ്ഡിതന്മാരായ വിപ്രാഹ എന്ന് വെച്ച് കഴിഞ്ഞാൽ ജ്ഞാനമുള്ളവർ, പരിജ്ഞാനികളായിട്ടുള്ളവർ പല രൂപത്തിലും ഭാവത്തിലും ഒക്കെ ഇതിനെ വർണ്ണിക്കുമ്പോൾ ഇതെല്ലാം ഒന്ന് തന്നെയാണ് എന്ന സത്യത്തെ ശാരദാദേവി ഒറ്റ വാക്കുകൊണ്ട് പറഞ്ഞു, ഈ ലോകത്തെ നീ നിൻ്റെ സ്വന്തമാക്കിക്കോളാൻ. അതുപോലെ ഒരുപാട് സംഭവങ്ങൾ ഇതിൽ പറയുന്നുണ്ട്. ഇപ്പോൾ ഞാൻ എൻ്റെ മനസ്സിൽ വരാത്ത ഒരു സെൻറ്റൻസ് ഉണ്ട്, അത് ഇതിന് ഈക്വലായിട്ടുള്ള വേറൊരു സംസ്കൃതത്തിലൊരു 2 വേർഡ് വരുന്ന ഒരു ഇതുണ്ട്, അത് ഇപ്പം മനസ്സിലേക്ക് വരുന്നില്ല. എന്താണ്, അതായത് ഈ ലോകം മുഴുവൻ ഒരു കുടുംബമാണ്. വസുദൈവ കുടുംബകം. 1998 ലോക കത്തോലിക്ക സഭ വിശ്വസാഹോദര്യ വർഷമായി ആഘോഷിക്കുകയുണ്ടായി. ലോകമെമ്പാടും ആഘോഷിച്ചു. ഇപ്പോൾ ഇന്ത്യയിൽ വിശേഷിച്ചും കേരളത്തിൽ എല്ലാ മുക്കിലും മൂലയിലും അതിനോടനുബന്ധിച്ചുള്ള ആഘോഷങ്ങളും മീറ്റിങ്ങുകളും ഒക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ ടിക്കാറാം മീണ എന്ന് പറയുന്ന IAS തൃശ്ശൂർ വെച്ച് നടന്ന ഒരു മീറ്റിങ്ങിൽ ഞാനും ഉണ്ടായിരുന്നു.
അപ്പം അദ്ദേഹം പറഞ്ഞു ഈ ലോക സാഹോദര്യ വർഷം നിങ്ങൾ ആഘോഷിക്കുമ്പോഴേ ഇതിന് വലിയ പുതുമയൊന്നുമില്ല. കാര്യം ഇതിനേക്കാളും മഹത്തായ ഒരാശ ഈ മണ്ണിൽ നിന്ന് പുറപ്പെട്ടിട്ടുണ്ട്. അതാണ് വസുധൈവ കുടുംബകം. വസുധ ഏവ കുടുംബകം. ഈ ഭൂഗോളം എന്ന് പറയുന്നത് മുഴുവൻ ഒരൊറ്റ കുടുംബമായി കണ്ട ഇത് ഈ ഭൂഗോളം എങ്ങനെ തിരിയുന്നു എന്നറിയാതെ അതിങ്കലെങ്ങാണ്ട് ഒരിടത്തിരുന്നു നോക്കുന്ന മർത്യൻ കഥയെന്തറിഞ്ഞു. അങ്ങനെ വിശേഷിപ്പിച്ചിരുന്ന മനുഷ്യനെ കൊണ്ട് ഈ ലോകത്തെ മുഴുവൻ തൻ്റെ സ്വന്തം കുടുംബമായി സ്നേഹിക്കാൻ പഠിപ്പിച്ച ഒരു സംസ്കൃതി അത് ഈ മണ്ണിൻ്റെതാണ്. അവിടെ വന്നിട്ടാണ് ഇപ്പം നിങ്ങൾ വിശ്വസാഹോദര്യ വർഷം ആഘോഷിക്കുന്നത്. അപ്പോഴും സാഹോദര്യ വർഷത്തിലേക്കേ വന്നിട്ടുള്ളൂ. ഒരു കുടുംബമാണ് എന്ന് പറയുമ്പോൾ ഒരച്ഛനമ്മ പെറ്റ മക്കളാണ് എന്ന തോന്നലിലേക്ക് എത്താൻ സാധിച്ചില്ല എന്നാണ് അദ്ദേഹം ഇൻഡയറക്റ്റായിട്ട് അത് പറഞ്ഞു വെച്ചത്. അപ്പം അത് കഴിഞ്ഞ് അവിടെ അതിന് ശേഷം സംസാരിച്ചിരുന്നത് ബിഷപ്പൊക്കെ ആ വിഷയത്തിൽ വളരെ ഗഹനമായി അവർ സംസാരിക്കുകയുണ്ടായി. അതാണ് നമ്മുടെ സന്ദേശം. ഇതുപോലെ ഒരുപാട് മഹത് കാര്യങ്ങൾ ഇപ്പം നമ്മളുടെ സാധാരണമായി വീടുകളിലുള്ള ഒരു പ്രാർത്ഥനയാണ് സർവേ ഭവന്തു സുഖിനഃ സർവേ സന്തു നിരാമയാഃ സർവേ ഭദ്രാണി പശ്യന്തു മാ കശ്ചിത് ദുഃഖഭാഗ് ഭവേത്. അങ്ങനെ ഒരു പ്രാർത്ഥന നമുക്ക് മാത്രമുള്ളതാണ്. നമ്മുടെ പൂർവികർ എനിക്കും നിങ്ങൾക്കും വേണ്ടിയിട്ട് ഇനി വരും തലമുറയ്ക്ക് വേണ്ടിയിട്ട് അവർ തന്ന ഒരു പ്രാർത്ഥനയാണ് മാ കശ്ചിത് ദുഃഖഭാഗ് ഭവേത്. ഈ ഭൂമിയിൽ ഒരിടത്തും ഒരാൾ പോലും ദുഃഖിതനായി, അതിന് അപരാദുഃഖമാവട്ടെ പരാദുഃഖമാവട്ടെ എന്ത് ദുഃഖമായാലും ദുഃഖിതനായി കാണപ്പെടാൻ അവസരം ഉണ്ടാകരുതേ സർവേശ്വര എന്ന് പ്രാർത്ഥിക്കുക. അങ്ങനെ ഒരു മന്ത്രം നമുക്ക് പറഞ്ഞു തന്നത് നമ്മുടെ ഋഷീശ്വരന്മാരാണ്. അങ്ങനെ ഒരു മണ്ണിൽ മനുഷ്യ നീ മണ്ണാവുന്നു എന്ന് പറഞ്ഞ് പഠിപ്പിച്ചത് നമ്മുടെ ഋഷീശ്വരന്മാർ തന്നെയാണ്. അതിൽ ശ്രീരാമകൃഷ്ണദേവൻ പറഞ്ഞിട്ടുള്ള ഈ ഉദാഹരണങ്ങൾ വേദാന്ത സത്യങ്ങളെയും ഒക്കെ ഈ ഉപദേശങ്ങളെയും അതുപോലെ നമ്മൾ എന്താ പറയുക സാധാരണക്കാർക്ക് മനസ്സിലാകില്ല എന്ന് ധരിച്ചിരിക്കുന്ന വേദാന്തം, യഥാർത്ഥത്തിൽ നാം അറിയേണ്ട ഒരു കാര്യമുണ്ട്. ഈ വേദാന്തം എന്നത് സാധാരണക്കാർക്ക് മനസ്സിലാകാൻ സാധിക്കില്ല എന്ന് പറയുന്നത് ശരിയല്ല. കാരണം നമ്മളുടെ പുരാണങ്ങൾ എഴുതിയിരിക്കുന്നത് തന്നെ വേദാന്ത സത്യങ്ങളെ കഥാരൂപത്തിൽ നമുക്ക് മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ട് തന്നെയാണ്. അതിനു വേണ്ടിയിട്ടാണ് പുരാണങ്ങൾ ഉണ്ടാക്കിയിരിക്കുന്നത്. നമ്മൾ ചിലർ പറയും പുരാണങ്ങളിലെ കെട്ടുകഥകളാണ്. അങ്ങനെയൊന്നുമല്ല. ഉള്ളതായ കഥകളെ അതിനത്യാവശ്യം വേണ്ട സാഹിത്യ ഭംഗി വരുത്തി, അതായത് സാധാരണക്കാരൻ്റെ മനസ്സിനെ ആകർഷിക്കാൻ തക്കവണ്ണം ഭംഗിയായി അത് ചൊല്ലാവുന്ന രീതിയിൽ കവിതാരൂപത്തിൽ എഴുതപ്പെട്ടതാണ് നമ്മളുടെ പുരാണങ്ങൾ. അതിന് ഭാഗവതമാകട്ടെ അല്ലെങ്കിൽ ശിവപുരാണമോ ഏത് പുരാണം എടുത്താലും അതിൻ്റെ ഒക്കെ സത്യം വേദാന്ത സത്യങ്ങളെ സാധാരണ മനുഷ്യർക്ക് മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ട് അയം ആത്മാ ബ്രഹ്മ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണക്കാർക്ക് ആർക്കും ഒന്നും മനസ്സിലാവില്ല. അയം ആത്മാ ബ്രഹ്മ, പ്രജ്ഞാനം ബ്രഹ്മ, തത്വമസി, ഈ മഹാവാക്യങ്ങളോ അല്ലെങ്കിൽ ഉപനിഷത്ത് മന്ത്രങ്ങൾ പറഞ്ഞുകൊണ്ട് അതേ വ്യാഖ്യാനിക്കുകയോ ചെയ്യുമ്പോൾ അതൊന്നും എല്ലാവരുടെ മനസ്സിലേക്ക് ചെല്ലില്ല എന്നുള്ളതിനുപരിയായി ഗൃഹസ്ഥന്മാർ ഗൃഹസ്ഥധർമ്മം പരിപാലിച്ചു കൊണ്ടുപോകുമ്പോൾ ഇങ്ങനെയുള്ള വേദാന്ത സത്യങ്ങളെ അതിനു വേണ്ടിയിട്ട് മെനക്കെട്ടിരുന്ന് പഠിക്കാനുള്ളതായ ക്ഷമയോ അല്ലെങ്കിൽ സമയമോ അതിനനുവദനീയമാവില്ല. അപ്പം അങ്ങനെ വരുമ്പോൾ അങ്ങനെയുള്ളവർക്ക് വലിയ സംസ്കൃത പാണ്ഡിത്യമൊന്നും ഇല്ലാത്തവർക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ട് കഥാരൂപേണ അത് അവതരിപ്പിച്ചതാണ്. ഉദാഹരണത്തിന് ഇപ്പോൾ രാമായണ മാസം തീരാൻ പോവാണല്ലേ, തീർന്നു. സോ രാമായണം
ഒരുപാട് രാമായണങ്ങളുണ്ട്. ഏതാണ്ട് എല്ലാ ഭാഷയിലും തന്നെ രാമായണങ്ങളുണ്ട്. യഥാർത്ഥത്തിൽ വാൽമീകി രാമായണത്തിൽ മറ്റ് രാമായണത്തിൽ പറയുന്നത് പോലെ വിഷ്ണുവിൻ്റെ അവതാരമായി ഒരു രാമനെ വാൽമീകി മഹർഷി അവതരിപ്പിച്ചിട്ടില്ല. കാര്യം വാൽമീകി മഹർഷി അങ്ങനെ ഒരു ഭഗവാന്റെ മഹിമയെ അവതരിപ്പിക്കാനായിട്ടല്ല രാമായണം എഴുതിയത്. അത് മനസ്സിലാക്കാൻ വളരെ ഈസിയാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ആദ്യത്തെ 28 ശ്ലോകങ്ങൾ, ആ ഭാഗത്തിൻ്റെ പേര് തന്നെ മൂല്യരാമായണം എന്നാണ്. മൂല്യരാമായണം. രാമായണം എന്ന 24,000 ശ്ലോകങ്ങളുടെ മൂല്യം, അതിൻ്റെ സത്ത, അല്ലെങ്കിൽ ഇന്നത്തെ കമ്പ്യൂട്ടർ ഭാഷയിൽ പറഞ്ഞു കഴിഞ്ഞാൽ കസ്റ്റം, അതാണ് ആ 28 ശ്ലോകങ്ങൾ. അവിടെ വാൽമീകി മഹർഷിയായതിനു ശേഷം ചെന്നിട്ട് ചോദിക്കുകയാണ് അവരോട്, നാരദ മഹർഷിയോട്, ഈ ലോകത്തെല്ലാവർക്കും ആദർശ പുരുഷനായ ഒരാളിനെ എനിക്ക് ലോകത്തിൻ്റെ മുമ്പിൽ നിർത്താനായിട്ട് ഒരാളിനെ വേണം. എല്ലാ അർത്ഥത്തിലും ഒരാൾ ആദർശ പുരുഷനായിരിക്കണം. അപ്പോൾ നാരദ മഹർഷി പറഞ്ഞു കൊടുക്കുകയാണ്, വാൽമീകി ഗുണവാൻ കശ്ച വീര്യവാൻ, എല്ലാ ഗുണങ്ങളും ഉണ്ടാവണം. ഒപ്പം ആത്മധൈര്യവും ആത്മവിശ്വാസവും ഒക്കെ ഉള്ള ആളായിരിക്കണം. എന്തിനേയും ജയിക്കാൻ പോകുന്ന ആത്മവിശ്വാസമുള്ള ഒരാളിനെ ഒന്ന് പറഞ്ഞു തരാൻ പറയുമ്പോഴാണ് രാമനെ പറ്റി പറഞ്ഞു കൊടുക്കുന്നത്. അങ്ങനെ വാൽമീകി പറഞ്ഞു കൊടുക്കുന്ന 24 ശ്ലോകങ്ങളെ വെച്ചിട്ടാണ് നാരദൻ പറഞ്ഞു കൊടുക്കുന്ന 24 ശ്ലോകങ്ങളെ വെച്ചിട്ടാണ് വാൽമീകി മഹർഷി 24,000 ശ്ലോകത്തിലൂടെ രാമായണം എന്ന മഹാകാവ്യം എഴുതിയത്. അതാണ് ആദികാവ്യം എന്നും പറയുന്നുണ്ട്. പറയുകയല്ല, അതാണ് സത്യം. ലോകത്ത് ആദ്യം ഉണ്ടായ കാവ്യം മറ്റേത് ഭാഷയിലേക്കാളും മുൻപേ ഉണ്ടായ കാവ്യവും രാമായണ കാവ്യം തന്നെയാണ്. അതിൽ രാമനെ ഒരു മകനായിട്ട്, ഒരച്ഛനായിട്ട്, ഒരു സഹോദരനായിട്ട്, ഒരു രാജാവായിട്ട് എന്ന് വേണ്ട എല്ലാ തലത്തിലും രാമനെ അവതരിപ്പിക്കുന്നുണ്ട്. ഒരു ഭരണാധികാരിയായിട്ട്. ഞാനൊരു ഉദാഹരണം മാത്രം പറയാം. പലപ്പോഴും വിമർശിക്കപ്പെട്ടിട്ടുള്ള ഒരു കാര്യമാണ്, എന്തിന് രാമൻ ബാലിയെ കൊന്നു? ബാലി നിരപരാധിയല്ലേ? ബാലിയും രാമനുമായിട്ട് ഒരു പ്രശ്നമില്ല. എന്നിട്ട് നേരിട്ട് നിന്നല്ലാതെ ഒളിയം പെയ്ത് ബാലിയെ കൊന്നതൊരു മഹാപാതകമല്ലേ? ഇതുപോലെ നമ്മളുടെ മഹാഭാരതത്തിലായാലും രാമായണത്തിലായാലും ഇങ്ങനെയുള്ള ചില കാര്യങ്ങളെ മാത്രം എടുത്തിട്ട് ഭയങ്കര രൂക്ഷമായി വിമർശിക്കുന്ന ഒരു പ്രവണത വളരെ കാലമായിട്ട് നിലനിൽക്കുന്നുണ്ട്, ഇപ്പോഴും ഉണ്ട്. യഥാർത്ഥത്തിൽ അതിന് മുമ്പുള്ള ഭാഗമൊക്കെ നമ്മളൊന്ന് ശ്രദ്ധിക്കണം. അതായത് രാമനും ലക്ഷ്മണനും കിഷ്കിന്ധ നോക്കി സുഗ്രീവനെ കാണാനായി പോകുന്നു എന്ന് ബാലിയോട് പറയുമ്പോഴേ ബാലി പറയുന്ന മറുപടി എന്താണ്? രാമൻ അങ്ങോട്ട് പോവുകയില്ല. കാരണം സുഗ്രീവൻ്റെ കയ്യിൽ ഒരു ചുക്കുമില്ല, കുറച്ച് വാനരന്മാരല്ല, വേറെ കയ്യിലൊന്നുമില്ല. രാമന് സഹായം ആവശ്യമുണ്ട്. എന്ത് സഹായം? സീതയെ കണ്ടുപിടിക്കുക എന്ന് പറയുന്ന ഒരു സഹായം ആവശ്യമുണ്ട്. അത് ഇപ്പോൾ എൻ്റെ അടുത്ത് വന്നാലേ നടക്കുള്ളൂ. കാരണം ഞാനാണ് രാജാവ്, എൻ്റെ കയ്യിലാണ് അധികാരം, എൻ്റെ കയ്യിലാണ് സൈന്യം, എൻ്റെ കയ്യിൽ മാത്രമേ എല്ലാ സൗകര്യങ്ങളും ഉള്ളൂ. അതുകൊണ്ട് രാമൻ ഇങ്ങോട്ടേ വരുള്ളൂ, അങ്ങോട്ട് പോവില്ല, പോയിട്ട് കാര്യമില്ല. അതുകൊണ്ട് രാമൻ എൻ്റെ അടുത്തേക്ക് തന്നെ വരും എന്ന് പറഞ്ഞു. ബാലി ഒരു ദൂതനെ വിടാനോ രാമനെ ക്ഷണിക്കാനോ ഒന്നും തന്നെ തയ്യാറായില്ല. പക്ഷേ രാമൻ നേരെ സുഗ്രീവൻ്റെ അടുത്തേക്കാണ് പോയത്. ഹനുമാൻ വന്ന് ക്ഷണിച്ച് പോകാമെന്ന് പറഞ്ഞു. ശരിയെന്ന് പറഞ്ഞു. അങ്ങനെ ഹനുമാൻ തന്നെ തൻ്റെ തോളത്തെ 2 പേരെ ഇരുത്തിക്കൊണ്ട് നേരെ കിഷ്കിന്ധയിലേക്ക് പോയി. കാര്യം ഇടയ്ക്ക് വേറെ എങ്ങും ഇറങ്ങാനൊന്നും പറ്റില്ലേ, കാരണം അതൊക്കെ ബാല്യയുടെ അധികാര സ്ഥലങ്ങളാണ്. അപ്പോൾ അവിടെയെങ്കിലും ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അങ്ങനെയാണ് തോളിൽ ചുമന്ന് കൊണ്ടുപോയി സുഗ്രീവൻ്റെ അടുത്ത് നിർത്തുന്നത്. ഇവിടെയാണ് ഈ രാഷ്ട്രതന്ത്രം, നമ്മൾ പറയുന്ന നയതന്ത്രമില്ലേ, അത് കൃത്യമായി വാൽമീകി എക്സ്പ്ലെയിൻ ചെയ്യുന്നത് അവിടെയാണ്. ഇന്ന് നമുക്കറിയാം വൻ രാഷ്ട്രങ്ങളൊക്കെ തന്നെ എന്താ പറയുക, അവർക്ക് സഹായം വേണേ നമ്മുടെ അടുത്തേക്ക് വരണം. രാമൻ സുഗ്രീവൻ്റെ അടുത്തേക്ക് പോയതിൻ്റെ കാരണം ഇവിടെ രാമൻ രാജാവല്ല,
രാമൻ രാജാവല്ല എന്ന കാരണത്താൽ ബാലിയുടെ അഹങ്കാരം അനുവദിച്ചില്ല രാമനെ ക്ഷണിക്കുന്നതിനോ അല്ലെങ്കിൽ രാമനെ പോയി കാണാനോ മറ്റൊരു തരത്തിലുമുള്ള സ്വീകരണം നൽകാൻ ബാലിയുടെ രാജാവെന്ന അഹങ്കാരം അനുവദിച്ചില്ല. രാമൻ അറിയാൻ ഞാൻ അവിടെ ചെന്ന് കഴിഞ്ഞാൽ എന്നോട് ഇരിക്കാൻ പറയാം, ബാലിക്ക് സമമായിട്ട് എനിക്ക് ഇരിക്കാൻ പറ്റില്ല, കാര്യം ഞാൻ രാജാവല്ല. ഇവിടെ സുഗ്രീവനെ സംബന്ധിച്ച് സുഗ്രീവൻ രാജാവല്ല, രാജഭ്രഷ്ടനായി. രാമനെ ആരും ഭ്രഷ്ടനാക്കിയില്ല എങ്കിലും അച്ഛൻ്റെ വാക്കു പാലിക്കുന്നതിന് വേണ്ടി, പുത്രധർമ്മം പരിപാലിക്കപ്പെടുന്നതിന് വേണ്ടിയിട്ട് 14 വർഷം രാജാവല്ലാതെ ഞാൻ കാട്ടിൽ വാഴ്ന്നുകൊള്ളാം എന്ന ദൃഢനിശ്ചയം എടുത്തിട്ട് ഇറങ്ങി പുറപ്പെട്ട ആളാണ്. അപ്പോഴാണ് സീതാപഹരണമൊക്കെ നടന്നു നോക്കി. അപ്പോൾ സുഗ്രീവൻ്റെ അടുത്ത് ചെന്ന് കഴിഞ്ഞാൽ രണ്ടുപേരും തുല്യരാണ്, രണ്ടുപേർക്കും പരസ്പര സഹായം ആവശ്യമുണ്ട്. അപ്പം അങ്ങനെ ഒരു MOU അവിടെ സൈൻ ചെയ്യുകയാണ് ചെയ്യുന്നത്. അതാണ് അതിൻ്റെ പ്രത്യേകത. അമേരിക്കയുടെ 7ാം പടക്കപ്പൽ വന്നു കഴിഞ്ഞപ്പോൾ റഷ്യ പറഞ്ഞു, ഞങ്ങളെയും കൂടെ നേരിട്ടാലേ അങ്ങകത്തി എല്ലാം പറ്റുള്ളൂ. റഷ്യയും അമേരിക്കയുമായിട്ട് പ്രശ്നങ്ങളുണ്ടാവാം, പക്ഷേ അതിൻ്റെ ഇടയ്ക്ക് ഇന്ത്യക്ക് വേണ്ടിയിട്ട് റഷ്യ വരേണ്ട കാര്യം എന്താ? അതൊരു MOU ആണ്, ഒരു എഗ്രിമെൻ്റാണ്. ഞാൻ ഇന്നിപ്പോൾ പ്രസക്തമായ ചില കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ അത് രാഷ്ട്രീയത്തിലേക്ക് പോകുന്നുള്ളത് കൊണ്ട് ഞാനത് പറയുന്നില്ല. അല്ലെങ്കിൽ അത് ശരിക്കും ഇന്ന് രാമായണത്തിൽ പറയുന്ന രാഷ്ട്രതന്ത്രം 100% നടപ്പാവുന്നത് ഇപ്പോഴാണ്. പക്ഷെ അത് പറയാൻ പോയി കഴിഞ്ഞാൽ പിന്നെ ഞാൻ രാഷ്ട്രീയക്കാരനാവുന്നുള്ളത് കൊണ്ട് പ്രസക്ത രാഷ്ട്രീയം പറയാൻ ഉദ്ദേശിക്കുന്നില്ല. അവിടെ രണ്ടുപേരും തമ്മിൽ MOU വെച്ചു, ഇതാണ് ഞാൻ നിന്നെ സഹായിക്കാം, നീ എന്നെ സഹായിക്കണം, സമ്മതിച്ചു. അപ്പോൾ ഏത് രാഷ്ട്രങ്ങളായാലും രണ്ട് രാഷ്ട്രങ്ങൾ തമ്മിൽ ഒരു എഗ്രിമെൻ്റ് ഉണ്ടാക്കി കഴിഞ്ഞാൽ ഒരു എഗ്രിമെൻ്റ് നടപ്പാക്കുക എന്നുള്ളതാണ് അതിൻ്റെ ധർമ്മം. ഈ ധർമ്മം എന്ന് പറയുമ്പോൾ നമ്മൾ പറയുന്ന പോലെ ഈ എല്ലാം ഒന്നും ധർമ്മമാവില്ല. അതുകൊണ്ടാണല്ലോ ഭഗവാൻ കൃഷ്ണൻ കർണനോട് പറഞ്ഞത്, അർജുനനോട് പറഞ്ഞത് ഏടാ അമ്പ് എന്ന് പറഞ്ഞു. കർണനെ വധിക്കാൻ പറഞ്ഞു. അപ്പം കർണൻ ചോദിക്കുന്നുണ്ട്, ഇത് ശരിയാണോ? ഇത് ധർമ്മയുദ്ധമല്ലേ? നിരായുധനായിരിക്കുന്ന എൻ്റെ തേരനങ്ങാതെ ഇവിടെ ഞാൻ ഒന്നും ചെയ്യാൻ സാധിക്കാതെ ഒരായുധവും ഇല്ലാതെ നിൽക്കുന്ന എന്നെ വധിക്കാൻ പറഞ്ഞത് ശരിയാണോ എന്ന് ചോദിച്ചു. അപ്പം ചോദിച്ചു, പാഞ്ചാലിയ വസ്ത്രാക്ഷേപം നടന്നപ്പോഴും അന്ന് എവിടെ പോയിരുന്നു നിൻ്റെ ധർമ്മം? അരക്കില്ലം ചുട്ടപ്പോഴെവിടെ പോയിരുന്നു നിൻ്റെ ധർമ്മം? എണ്ണി ചോദിക്കുകയാണ്. കർണൻ അതിനൊന്നിനും ഉത്തരവില്ല. കർണനെ പോലെ ഇത്രയും നല്ല ഒരു ക്യാരക്ടർ വേറെ ഇല്ല. പക്ഷേ അപ്പോൾ പോലും തൻ്റെ പ്രവർത്തികളിൽ പലയിടത്തും കർണൻ നേരിട്ട് അധർമ്മിയ ആയില്ലെങ്കിൽ പോലും അധർമ്മത്തിന് കൂട്ടുനിന്നു. ഒരു ചെറിയ കഥയുണ്ട്, ഇടയിൽ ഞാനതൊക്കെ പറയുവാണ്. ഒരു പാവപ്പെട്ട ഒരു കർഷകൻ ഒരു ഗ്രാമത്തിൽ നിന്ന് അടുത്ത ഗ്രാമത്തിൽ തൻ്റെ കാർഷിക ഉൽപ്പന്നങ്ങൾ കൊണ്ടുപോയി വിൽക്കാറുണ്ട്. അപ്പോൾ ഒരു കാട് കടന്ന് അപ്പുറത്തേക്ക് പോകണം. അങ്ങനെ ഒരു പ്രാവശ്യം ഇതെല്ലാം കൊണ്ടുപോയി വിറ്റിട്ട് അവിടുന്ന് മടങ്ങി വരുന്ന വഴി ഒരു പിടിച്ചുപറിക്കാരൻ ഇയാളുടെ പുറമേ കൂടി. ഇയാൾ അടുത്ത ഗ്രാമത്തിൽ നിന്നാണ് വരുന്നത്. ഇവൻ കാട്ടിലേക്ക് പോകുമ്പോൾ ഇവൻ്റെ കയ്യിലിരിക്കുന്ന പണം ഒക്കെ പിടിച്ചു പറിക്കാമെന്നാണ് വിചാരിച്ചത്. അങ്ങനെ അടുത്ത് ഓടി കഴിഞ്ഞപ്പോഴത്തേനും കൃഷിക്കാരനിത് മനസ്സിലായി. ഇയാൾ അവിടുന്ന് ഓടി. ഈ പിടിച്ചുപറിക്കാരൻ പുറകെ ഓടി. ഇപ്പം ഈ കൃഷിക്കാരൻ എല്ലാ പ്രാവശ്യവും ചന്തയിൽ പോയി മടങ്ങുന്ന വഴിക്ക് അവിടെ ഒരു ആശ്രമത്തിൽ പോകാറുണ്ട്. അവിടെ ഒരു സ്വാമിയായിട്ട് കുറച്ചധികം സമയം ചിലവഴിക്കാറുണ്ട്. ഇതൊക്കെ നടക്കാറുണ്ട്. അപ്പം അങ്ങനെ അന്നും ഓടി അകത്ത് നിന്നിട്ട് പറഞ്ഞു, സ്വാമി എൻ്റെ പുറകെ ഇങ്ങനെ എന്നെ എൻ്റെ കയ്യിലിരിക്കുന്ന ധനം അപഹരിച്ചു പോകാനായിട്ടൊരു കള്ളൻ എൻ്റെ പുറകെ കൂടിയിട്ടുണ്ട്. അയാളിപ്പോൾ വരും, സ്വാമി എന്നെ കാണിച്ചു കൊടുക്കല്ലേ എന്ന് പറഞ്ഞു. എന്നിട്ട് അകത്ത് പോയി എവിടെയോ പോയി ഒളിച്ചിരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ഈ പിടിച്ചുപറിക്കാരൻ അവിടെ എത്തി. സ്വാമിയോട് ചോദിച്ചു, സ്വാമി ഇങ്ങനെ ഒരാളിങ്ങോട്ട് വന്നിട്ടുണ്ടോ? അവൻ എൻ്റെ കുറച്ച് ധനം അപഹരിച്ചുകൊണ്ടാണ് വന്നിരിക്കുന്നത്, അതെനിക്ക് തിരിച്ചു വാങ്ങണം. സ്വാമി ഇവൻ പറഞ്ഞ കള്ളമല്ല കേട്ടത്, മറിച്ച് സ്വാമി കേട്ടത് എന്താണെന്നാൽ, സന്യാസിയായ ഞാൻ കള്ളം പറയാമോ? അത് പാടില്ലല്ലോ. സത്യം വദ ധർമ്മം ചരാ, ഇതൊക്കെ ഈ സന്യാസത്തിന് മുൻപായിട്ട്
ചെയ്യുന്ന വിരജാഹോമത്തിൽ ഇതൊക്കെ പറഞ്ഞ് ആഹൂതി അർപ്പിക്കും. ഇപ്പം സത്യം മാത്രമേ പറയാവൂ. അങ്ങനെയുള്ള ഞാൻ വ്രതമെടുത്തിരിക്കുന്നത് ഞാനിപ്പോൾ എന്താ ഇവനോട് പറയുക? ഇവൻ പറഞ്ഞ കള്ളം സ്വാമി കേട്ടില്ല, മറിച്ച് സ്വാമിയുടെ മനസ്സിൽ തോന്നിയത് എന്താണ്? ഞാൻ കള്ളം പറയാൻ പാടില്ല. അതുകൊണ്ട് പറഞ്ഞു കൊടുത്തു. ഒരാളിങ്ങോട്ട് വന്നിരുന്നു, അയാളിങ്ങനെ അകത്തേക്ക് പോയിട്ടുണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ അകത്ത് പോയി. ഈ പാവപ്പെട്ട കൃഷിക്കാരനെ കിട്ടി. അവനെ പോയിട്ട് തല്ലി കൈയും കാലും ഒക്കെ ഓടിച്ച് അവൻ്റെ കയ്യിരുന്ന് പണം അപഹരിച്ചും കൊണ്ട് ഈ കള്ളൻ അങ്ങ് മടങ്ങിപ്പോയി. അവന് സന്തോഷമായി. അപ്പം ഇതൊക്കെ കഴിഞ്ഞ് സ്വാമി സമാധിയായി. കഥയാണ് കേട്ടോ. അപ്പോൾ സ്വാഭാവികമായിട്ട് നമുക്കറിയാമല്ലോ, ചിത്രഗുപ്തൻ്റെ അടുത്ത് എത്തണം. അപ്പോൾ അവിടെയാണ് കണക്കുകളൊക്കെ എഴുതിയിരിക്കുന്നത്. നാൽവഴി മുഴുവൻ അവിടെ ഉണ്ട്. അവിടെയാണ് നമുക്ക് സ്ലിപ്പ് കിട്ടുന്നത്, എങ്ങോട്ടാണ് പോകേണ്ടതെന്ന്. നരകത്തിലേക്കാണോ സ്വർഗത്തിലേക്കാണോ? അവിടെ ചെന്ന് കഴിച്ചപ്പോൾ പറഞ്ഞു, സ്വാമി നരകത്തിലേക്ക് തന്നെ പോകണമെന്ന് മാത്രമല്ല, വീണ്ടും ജനിക്കേണ്ടിയിരിക്കുന്നു. അതെന്തേ? ഞാൻ ഒരിക്കലും ഒരു പാപകർമ്മവും ചെയ്തിട്ടില്ല, ഞാൻ അസത്യമൊന്നും ചെയ്തിട്ടില്ല, ഒരാളെ ഉപദ്രവിച്ചിട്ടില്ല, ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു. എല്ലാം ശരിയാ, പക്ഷെ സ്വാമി ഒരു ചെറിയ കാര്യം ചെയ്തു. അതെന്താണ്? ഇതുപോലെ ഒരു കൃഷിക്കാരൻ ഇവൻ്റെ തല്ലുകൊണ്ട് മരിക്കാൻ കാരണമായത് സ്വാമി കാരണമാണ്. അയാൾ ചോദിച്ചപ്പോൾ ഞാൻ സത്യം പറഞ്ഞു എന്നല്ലേ ഉള്ളൂ, ഞാൻ എൻ്റെ ധർമ്മമാണ് പാലിച്ചേ. പക്ഷെ അയാൾ പറഞ്ഞ കള്ളം സ്വാമി കേട്ടില്ല. അതാണ് കുഴപ്പമായത്. എൻ്റെ പണം അപഹരിച്ചുകൊണ്ട് ഇയാൾ ഇതിനകത്ത് കടന്നു കൂടിയിട്ടുണ്ട്, അതുകൊണ്ട് അയാൾ ഇവിടെ ഉണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ മനസ്സിലായല്ലോ. അപ്പം പണം അപഹരിച്ചു കൊണ്ടുവന്നു എന്ന് പറയുന്ന കള്ളമല്ല സ്വാമി കേട്ടത്, മറിച്ച് സ്വാമി ചിന്തിച്ചത് ഞാനെടുത്ത് പ്രതിജ്ഞ തെറ്റിക്കണ്ടല്ലോ എന്നാണ്. ഇതാണ് ഭാരതീയ ധർമ്മത്തിൻ്റെ ഒരു പ്രത്യേകത. മെജോറിറ്റി ഈസ് ദ അതോറിറ്റി. അത് പാശ്ചാത്യ സംസ്കൃതിയാണ്. പക്ഷെ ഇന്നിപ്പോൾ ഇന്ത്യയിലും അങ്ങനെ തന്നെയാണ്, മെജോറിറ്റി ഈസ് ദി അതോറിറ്റി. പക്ഷെ യഥാർത്ഥത്തിൽ നമുക്ക് ധർമ്മോ രക്ഷതി രക്ഷിത. ധർമ്മത്തെ ആര് രക്ഷിക്കുമോ അവനെ ധർമ്മവും രക്ഷിക്കും. ഭൂരിപക്ഷം പറയുന്നതാണ് ശരി എന്ന് പറയുന്ന ഒരു സിദ്ധാന്തം നമ്മളുടെ ഭാരതീയ സംസ്കൃതിയിലില്ല. ധർമ്മം നിന്നാൽ രക്ഷിക്കപ്പെടുകയാണെങ്കിൽ ആ ധർമ്മം നിന്നെയും രക്ഷിക്കും. അതുകൊണ്ടാണ് ഇവിടെ സ്വാമിയെ രക്ഷിക്കാൻ പറ്റാതെ പോയത്. ധർമ്മം സ്വാമിയെ രക്ഷിച്ചില്ല. സന്യാസിയുടെ ധർമ്മമാണ് കള്ളം പറയരുത്, പക്ഷെ ആ ധർമ്മം സന്യാസിയെ രക്ഷിച്ചില്ല. കാരണം മറ്റൊരാളിൻ്റെ അധർമ്മത്തിന് കൂട്ട് നിന്നതുകൊണ്ടാണ്. ഇവിടെ എഗ്രിമെൻ്റ് വെച്ചിരിക്കുന്നത് ബാലിയെ വധിച്ച് അധികാരം തിരിച്ചു പിടിച്ചു കൊടുക്കണം. സമ്മതിച്ചു. അപ്പോൾ അത് കഴിഞ്ഞാൽ സീതയെ വീണ്ടെടുത്ത് കൊടുക്കാം. ഇപ്പോൾ ബാലിയെ വധിക്കുക എന്ന് പറയുന്നത് രാമൻ്റെ ഡ്യൂട്ടി ആയിട്ട് മാറി. കാരണം എഗ്രിമെൻ്റ് ആയതുകൊണ്ടാണ്. അപ്പോൾ ആദ്യ ദിവസം അത് പരാജയപ്പെട്ടു. അപ്പോൾ എന്താ കാരണം? അതിങ്ങനെയാണ് എതിരാളി. അപ്പോൾ അതിനുള്ള കാരണങ്ങളെ കണ്ടുപിടിച്ചു. എന്നിട്ട് പറഞ്ഞു, എതിരാളിക്ക് ആര് നേരിട്ട് ബാലിയുമായി യുദ്ധം ചെയ്യുന്നോ അയാളിൻ്റെ അർദ്ധഭാഗം ശക്തി ബാലിയിലേക്ക് ട്രാൻസ്മിറ്റ് ചെയ്യപ്പെടും, അതിലേക്ക് മാറ്റപ്പെടും. അപ്പം അങ്ങനെ വരുമ്പം ഇവിടുത്തെ അരശക്തി അവിടുത്തെ 1.5 ശക്തിയുമായിട്ട് വേണം ഫൈറ്റ് ചെയ്യാൻ. അപ്പോൾ ജയിക്കാൻ പറ്റില്ല. അപ്പോൾ എന്ത് ചെയ്യണം? അപ്പോൾ പിന്നെ അതിനുള്ള മാർഗം എന്താണ്? അതാണ് ധർമ്മം. അങ്ങനെ ഒരാളിനെ വധിക്കാൻ പറ്റില്ല എങ്കിൽ ആ ആളിനെ എങ്ങനെ വധിക്കുന്നു അതാണ് ധർമ്മം. അതുകൊണ്ടാണ് പറഞ്ഞത് ധർമ്മോ രക്ഷതി രക്ഷിത. അപ്പം അതിനെന്താ വഴി? അപ്പോഴാ പറഞ്ഞ് ഈ പിന്നെ സുഗ്രീവന് രാമൻ കാണിച്ചു കൊടുക്കുന്നുണ്ട് 7 മരങ്ങൾ നിർത്തിയിട്ട് ഒരമ്പ് കൊണ്ട് 7 മരവും മുറിച്ച് അപ്പുറത്തുനിന്ന് അതിനപ്പുറത്തേക്ക് അമ്പ് പോയത് നോക്ക്. അങ്ങനെ അതേ സിസ്റ്റം ഇവിടെ അപ്ലൈ ചെയ്തു. ഒളിച്ചു നിന്നുകൊണ്ട് ബാലി എവിടെയാണ് ഉള്ളതെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ രാമൻ നേരിട്ട് ബാലിയെ കണ്ടുകൊണ്ടല്ല വധിച്ചത്. മാത്രമല്ല അവിടെ മൽപ്പിടുത്തം നടന്നുകൊണ്ടിരിക്കുന്ന സുഗ്രീവനും ബാലിയുമായിട്ടാണ്. ആ സമയത്താണ് രാമൻ ബാലി വധം നടത്തിയത്. അപ്പം ഇവിടെ നമ്മൾക്ക് മനസ്സിലാക്കാനുള്ളത്, നമ്മൾ ഈ പറയുന്നത് പോലെ ഈ ധർമ്മം അധർമ്മം എന്നൊക്കെ പറയുന്നത്, ധർമ്മം അധർമ്മം എന്നൊക്കെ പറയുമ്പോൾ യഥാർത്ഥത്തിലുള്ള ധർമ്മം എന്താണെന്നുള്ളതും കൂടി മനസ്സിലാക്കണം. ഒരിറച്ചി വെട്ടുകാരൻ ഇറച്ചി വെട്ട് തൊഴിലാക്കിയ ഒരാളിനെ സംബന്ധിച്ചിടത്തോളം ഇറച്ചി വെട്ടി കൊടുക്കുക എന്ന് പറയുന്നത് അയാളെ സംബന്ധിച്ച് അയാളെ ചെയ്യുന്ന ഒരു കർമ്മഫലമുണ്ട്, ഇല്ലാന്ന് ഒരിക്കലും പറയില്ല.
പക്ഷെ അതൊരു പാപകർമ്മമാണ്, അത് അധർമ്മമാണ് എന്ന് പറയാൻ പറ്റില്ല. അത് ഞാനോ നിങ്ങളോ ചെയ്തു കഴിഞ്ഞാൽ അത് അധർമ്മമാകും. അതാണ് നമ്മുടെ സംസ്കൃതി. അപ്പോൾ ഇതുപോലെ ഓരോ കാര്യങ്ങളെയും സ്ഥാപിക്കുന്നതിന് വേണ്ടിയിട്ട് ഇപ്പോൾ ഇപ്പോൾ സാധാരണ ഇപ്പോൾ കേരളത്തിൽ കൂടുതൽ പറയപ്പെടുന്നതാണല്ലോ, സീസറിൻ്റെ ഭാര്യ പോലും വിമർശനത്തിന് അതീതമായിരിക്കണം എന്തോ അങ്ങനെ ഒരു ഇത് പറയുന്നുണ്ട്. ഏറ്റവും നല്ല ഉദാഹരണം രാമായണമാണ്, വാൽമീകി രാമായണമാണ്. സീതയെപ്പറ്റി ഒരു അപവാദം കേട്ടപ്പോൾ തന്നെ അത് സത്യമാണോ കള്ളമാണോ അങ്ങനെ പറഞ്ഞോ ഇല്ലയോ എന്ന് അന്വേഷിക്കുകയല്ല, മറിച്ച് സീതയെ ഉപേക്ഷിക്കാൻ രാമൻ തയ്യാറാവുക. പക്ഷെ അത് കഴിച്ചിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. സീതയെ കൊണ്ടുപോയി തപസാ നദിക്കരയിൽ വാൽമീകി ആശ്രമത്തിന് സമീപം വിട്ടിട്ട് തിരിച്ചു വന്ന ലക്ഷ്മണൻ കാണുന്നത് രാമൻ്റെ അന്തഃപുരത്തിലെ സപ്രപഞ്ചക്കട്ടിലോ ഒന്നുമില്ല, മരവരി വലിച്ച് വെറും നിലത്ത് മരവരി ധരിച്ച് കിടക്കുന്ന രാമനെയാണ്. ഇത് കണ്ടിട്ട് ലക്ഷ്മണൻ അങ്ങോട്ട് പൊട്ടിത്തെറിക്കുന്നുണ്ട്. രാമായണത്തിൽ ഭയങ്കരമായിട്ടൊക്കെ പൊട്ടിത്തെറിക്കും. ജ്യേഷ്ഠനിക്ക് ഒരു അവസ്ഥ ഉണ്ടെന്ന് അറിഞ്ഞ് ഞാൻ ജ്യേഷ്ഠൻ ഇങ്ങോട്ട് പോകില്ലായിരുന്നു എന്നാണ് പറയുന്നത്. അപ്പോഴും രാമൻ പറയുന്നത് സീതയെ ഞാൻ ഉപേക്ഷിച്ചിട്ടൊന്നുമില്ല. ഇന്ന് അവൾക്ക് വാൽമീകി ആശ്രമത്തിൽ കിട്ടുന്ന സൗകര്യങ്ങൾക്കനുസരിച്ച് ഞാനും ഇവിടെ ജീവിക്കും. അടുത്ത ദിവസം ദർബാറിൽ കാണുന്ന രാമനെ കണ്ടു കഴിഞ്ഞാൽ എല്ലാ അടയാഭരണങ്ങളോടും കിരീടവും ഒക്കെ വെച്ച് തൻ്റെ അധികാരദണ്ഡുമായിട്ടിരിക്കുന്ന രാമനെയാണ്. അതായിരിക്കണം ഒരു ഭരണാധികാരി എന്ന് കാണിക്കുന്നതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ ഒരു സംഭവം ഉണ്ടായത്. ഇന്നിപ്പോൾ നമുക്കറിയാം രാഷ്ട്രീയമാണ് എങ്കിൽ പോലും ഭാര്യയുടെ പേരിലായാലും മകളുടെ പേരിലായാലും മകൻ്റെ പേരിലായാലും ഒക്കെ അപവാദങ്ങൾ വന്നാൽ പോലും അങ്ങനെ തെറ്റ് വന്നിട്ടുണ്ട് എങ്കിൽ അതിനവർ ശിക്ഷ അനുഭവിച്ചോട്ടെ എന്ന് പറയാൻ ഭരണാധികാരികൾക്ക് കഴിയുന്നില്ല. അങ്ങനെ ഉണ്ടെങ്കിൽ അന്വേഷണങ്ങൾ നടക്കട്ടെ എന്ന് പറയാൻ പോലും നമ്മളുടെ ഭരണാധികാരികൾക്ക് കഴിയുന്നില്ല. അത് കഴിയണം എന്ന് തെളിയിക്കുന്നതിനാണ് രാമായണത്തിലെ രാമൻ്റെ ചരിത്രം വർണ്ണിച്ചു കൊണ്ടുവരുമ്പോഴതിലൊരു സീതാപരിത്യാഗം എന്ന ഒരു സങ്കല്പം അതിൽ കൊണ്ടുവന്നത്. ഇതേപോലെ ലോകസത്യങ്ങളെ ഒക്കെ തന്നെ നമുക്ക് മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ടാണ് കഥകൾ. ആ കഥകളെ ക്രോഡീകരിച്ചിട്ടാണ് ഈ പറയുന്നതായ പുരാണങ്ങളൊക്കെ എഴുതപ്പെട്ടിട്ടുള്ളത്. സർഗശ്ച പ്രതിസർഗശ്ച വംശേ മന്വന്തരാണിച്ച വംശാനുചരിതം ചാവി പുരാണം പഞ്ചലക്ഷണം. ഈ 5 ലക്ഷണങ്ങൾ സർഗശ്ച പ്രതിസർഗശ്ച അധ്യായങ്ങൾ ചേർത്തിട്ടുള്ളതായിരിക്കണം. വംശേ മന്വന്തരാണിച്ച വെറുതെ ഒരു കുടുംബത്തിൻ്റെ കഥയല്ല, 2.5 മണിക്കൂർ കൊണ്ട് പറഞ്ഞു തീർക്കാൻ പറ്റുന്ന ഒരു സിനിമാ കഥയാവരുത്, 300 പേജിനകത്തുള്ള ഒരു നോവലാവരുത്. അതൊരു വംശത്തിൻ്റെ ചരിത്രമാകണം. വംശാനുചരിതം ചാവി പുരാണം പഞ്ചലക്ഷണം. അതിനെ ഭംഗിയായി അവതരിപ്പിക്കണം. പക്ഷേ ഇന്ന് ഇതിനെ അനുകൂലിക്കുന്നവരോ പ്രതികൂലിക്കുന്നവരോ ആർക്കും തന്നെ ഒരാൾ പറയും പുരാണമൊന്നും വിശ്വസിക്കരുത്, ഇതൊക്കെ കള്ളക്കഥകളാണ്, ഇതൊക്കെ അന്ധവിശ്വാസങ്ങളാണ് എന്ന് പറയും. പക്ഷേ ഇത് അന്ധവിശ്വാസമാണെന്നോ അല്ലെങ്കിൽ വിശ്വസിക്കേണ്ടതാണെന്നോ ഒന്നും ഒരു പുരാണവും പറയുന്നില്ല, അത് എഴുതിയവരും പറയുന്നില്ല. അതാണ് അതിൻ്റെ പ്രത്യേകത. എഴുതി വെച്ചവരാരും ഇപ്പോൾ ഒരു ചെറിയ പുസ്തകം ആരെങ്കിലും എഴുതി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവരുടെ കുടുംബമഹിമ എല്ലാം അതിലുണ്ടാവും. 40 പേജുള്ള പുസ്തകത്തിൽ 10 പേജ് കുടുംബമഹിമയ്ക്ക് വേണ്ടി മാത്രം എഴുതി വയ്ക്കും. ഇവിടെ ഇന്നും ചർച്ചയാണ് ഈ വ്യാസൻ എന്ന് പറയുന്നത് ഒരു വ്യക്തിയാണോ അതോ പല വ്യക്തികളാണോ. കാരണം വ്യാസം പറഞ്ഞ എന്താണ്? വ്യാസം പറഞ്ഞത് പരോപകാരാർത്ഥം ഇതം ശരീരം, പരോപകാരമേ പുണ്യം പാപമേ പരപീഡനം. അതിനപ്പുറത്തേക്ക് വ്യാസന് സ്വന്തമായിട്ട് പറയാനൊന്നും ഉണ്ടായിരുന്നില്ല. ആ വ്യാസൻ തന്നെ കഥാപാത്രമായി മാറുന്ന സംഭവങ്ങൾ വരെയുണ്ട്. മഹാഭാരതത്തിലായാലും ശരി, മറ്റ് പല പുരാണങ്ങളിലും. പക്ഷേ അത് ലോകം അറിയണം, പഠിക്കണം എന്ന് മാത്രമേ അവരാഗ്രഹിച്ചുള്ളൂ. അതുപോലെയാണ് ശ്രീരാമകൃഷ്ണ വചനാമൃതത്തിലും അതെ. 82 മുതൽ 86 വരെയുള്ള 4 വർഷക്കാലത്തെ സംഭവങ്ങളിൽ ഇടയ്ക്കൊക്കെ വല്ലപ്പോഴും മഹേന്ദ്രനാഥ ഗുപ്തൻ
അല്ലെങ്കിൽ മാസ്റ്റർ മഹാശയൻ എന്ന് പറയപ്പെടുന്ന വ്യക്തി അവിടെ ചെന്നിരുന്ന് കുറച്ച് മണിക്കൂറുകൾ ഇരുന്ന് കേട്ട കാര്യങ്ങൾ മാത്രം ഒരു ഡയറിയിൽ എഴുതി വെച്ചതാണ് ഇന്ന് 3 വോളിയമായിട്ട് നമുക്ക് കിട്ടുന്നത്. എപ്പോഴേക്കോ പോകുമ്പോൾ എഴുതി വെച്ചതാണ്. അല്ലാതെ നിരന്തരം അവിടെ ഇരുന്ന് കേട്ട് എഴുതിയ കഥകളല്ല, എഴുതിയ സംഭവങ്ങളുമല്ല. വളരെ തുച്ഛമായ സമയത്ത് ഉള്ളത് മാത്രമല്ല. അപ്പോൾ അത് മുഴുവൻ ഉണ്ടായിരുന്നെങ്കിൽ എന്തുമാത്രം ഉണ്ടായിരുന്നേനെ. ഒരുപക്ഷെ നമ്മളുടെ ഈ ഒരു ജീവിതകാലം മുഴുവൻ പഠിച്ചാലും തീരില്ലായിരുന്നു. അത്ര കണ്ടുണ്ടായിരുന്നു. പക്ഷേ അത്രയുണ്ടായിരുന്നു. അത് തന്നെ എത്രയോ പഠിക്കാനിരിക്കുന്നു, എത്രയോ ആളുകളുടെ ജീവിതത്തെ മാറ്റിമറിച്ചിരിക്കുന്നു. ഇപ്പോൾ ഒരു 3-4 മാസം ആയതേ ഉള്ളൂ, സോഷ്യൽ മീഡിയയിൽ ഒരാളൊരു പോസ്റ്റ് ഇട്ടിരിക്കുകയാണ്. ഞാൻ അമ്മയുടെ അടുത്ത്, അമൃതാനന്ദമയുടെ അടുത്ത് പോയിട്ട് എൻ്റെ ആധ്യാത്മിക ജീവിതം ആരംഭിക്കാൻ ഞാൻ ഗീതയാണോ ആദ്യം പഠിക്കേണ്ടത്, ഉപനിഷത്താണോ ആദ്യം പഠിക്കേണ്ടത്, അമ്മയോട് ചോദ്യം ചോദിച്ചു. അപ്പോൾ ആൾ തന്നെ പോസ്റ്റ് ഇട്ടിരിക്കുകയാണ്. അപ്പോൾ അയാളതിൽ എഴുതിയിരിക്കുകയാണ്. ഞാൻ ഇത് ചോദിച്ചപ്പോൾ അമ്മ പറഞ്ഞു ഇത് രണ്ടുമല്ല, ശ്രീരാമകൃഷ്ണ വചനാമൃതമാണ് ആദ്യം പഠിക്കേണ്ടത്. ഗീതയും അല്ല ഉപദേശത്വമല്ല, അതിനു മുമ്പ് പഠിക്കേണ്ടത് ശ്രീരാമകൃഷ്ണ വചനാമൃതമാണ്. ഞാൻ ഇതിന് മുമ്പൂടെ പറഞ്ഞിട്ടുള്ളതാണെങ്കിൽ ആവർത്തിക്കുകയാണ്. ഞാൻ ആശ്രമത്തിൽ ചേർന്ന് കഴിഞ്ഞ് 1 മാസം മറ്റേ ആയിട്ടുള്ളൂ. ചിന്മയാനന്ദ സ്വാമിജി, നമുക്കൊക്കെ അറിയാം, ഗീതയെ ഇത്രയേറെ ലോകത്തിന് വാരി വിതറിക്കൊടുത്ത മറ്റൊരു മഹാത്മാവ് നമുക്ക് ഇന്നത്തെ ഈ ഒരു കാലഘട്ടത്തിൽ ഇല്ല എന്ന് തന്നെ പറയും. വളരെ ബുദ്ധിപൂർവം, വളരെ തന്മയത്വത്തോടെ സാധാരണക്കാർക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഭാഷയിൽ, ഇംഗ്ലീഷിലാണെങ്കിൽ പോലും സ്വാമിജി മലയാളത്തിലും ചില ഗീതാജ്ഞാന യജ്ഞങ്ങൾ നടത്തിയിട്ടുണ്ടെങ്കിൽ ഇംഗ്ലീഷിലെ ഗീതാജ്ഞാന യജ്ഞങ്ങളാണ് കൂടുതൽ പ്രസിദ്ധമായിട്ടുള്ളത്. മാത്രമല്ല സ്വാമിജി പറയുന്ന ചില കാര്യങ്ങളുണ്ട്, വളരെ രസകരമാണ്. ദി യൂസ് ആർ നോട്ട് യൂസ്ലെസ്, ദേ ആർ യൂസ്ഡ് ലെസ്. നമ്മളെപ്പോഴും എന്താ പറയുക, ഇന്നത്തെ പിള്ളേരൊന്നും പറഞ്ഞാൽ കേൾക്കുകയില്ല, അല്ലെങ്കിൽ അവരൊന്നും നമ്മൾ ഇന്നത്തെ ഇതൊന്നും അംഗീകരിക്കില്ല, നമ്മളൊക്കെ ക്രിട്ടിസൈസ്, അങ്ങനെയാണ് നമ്മൾ പറയുന്നത്. എപ്പോഴും നമ്മളുടെ വരും തലമുറകളെ, നമ്മുടെ പുറകിൽ വരുന്ന തലമുറയെ കുറ്റം പറയുന്ന സ്വഭാവക്കാരാണ് നമ്മളെല്ലാം. നമ്മളുടെ മുൻപേ തലമുറ നമ്മളെ കുറ്റം പറഞ്ഞിട്ട് പോയവരാണ്. അവർ പറയും ഞങ്ങളൊന്നും ജീവിച്ച രീതിയല്ല എന്ന് നിങ്ങളുടേത് എന്നൊക്കെ പറയാറുണ്ട്. അവിടെയാണ് ചിന്മയാൻ സ്വാമി പറഞ്ഞത്, ദി യൂസ് ആർ നോട്ട് യൂസ്ലെസ്, ദേ ആർ യൂസ്ഫുൾലെസ്. അവർ വേറെ ഇതുപോലെ വളരെ രസകരമായ രീതിയിലുള്ളതായ സംഭാഷണങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഞാൻ എല്ലാവരും ഇപ്പോൾ ഓർക്കുന്നില്ല, ഒരുപാട് കാലമായി ഇതൊക്കെ വായിച്ചിട്ട്. ഈ ചിന്മയാൻ സ്വാമി അദ്ദേഹം ഇവരുടെയൊക്കെ ഒരു മഹത്വം അതാണ്. ചിന്മയാൻ സ്വാമി എന്ന് പറഞ്ഞാൽ ലോകം മുഴുവൻ നിറച്ചിരിക്കുന്ന ഒരു വ്യക്തിത്വമാണ്. പക്ഷേ അദ്ദേഹം എറണാകുളത്ത് ഗീതാജ്ഞാനയജ്ഞം നടത്തിയാൽ ഒരു ദിവസം കാലടി രാമകൃഷ്ണാശ്രമം സന്ദർശിക്കും. ശൃംഗേരിയിലൊക്കെ പോകും, പക്ഷെ പ്രധാനമായും കാലടി രാമകൃഷ്ണാശ്രമം സന്ദർശിക്കും. ഇത് മാത്രമല്ല, നമ്മൾ കാണുന്ന ചിന്മയാനന്ദ സ്വാമി എന്ന് പറയുന്ന ഒരു 10-25 ബെൻസ് കാറും, പിന്നെ എന്താ പറയുക, കുറേ അധികം സ്ത്രീകളും പുരുഷന്മാരും എല്ലാം പണക്കാരുടെ ഒരു എന്താ പറയുക ഒരു ഒഴുക്ക് തന്നെയായിരിക്കും. പക്ഷേ ഈ ചിന്മയാനന്ദ സ്വാമി, എനിക്കതായിരുന്നു ആശ്ചര്യം. ഇന്നിപ്പോൾ അതൊരു ആശ്ചര്യമായിട്ട് തോന്നില്ല, അന്ന് വലിയൊരു ആശ്ചര്യമായിരുന്നു. കാര്യം ചിന്മയാനന്ദ സ്വാമി എന്നൊക്കെ പേരിട്ട് കഴിഞ്ഞാൽ ഇങ്ങനെ വളരെ ദൂരെ നിന്ന് പോകും, അങ്ങനെ ഒരു വലിയ മഹാത്മാവുണ്ട്, അങ്ങനെ മഹാത്മാവാണോ ഇല്ലയോ, അതോ ഇങ്ങനെ ആളുകളെ പറ്റിക്കുന്ന പാർട്ടിയാണോ എന്നൊക്കെ പറഞ്ഞ് നടക്കുന്ന ചെറുപ്പത്തിൻ്റെ ചോരത്തിളപ്പുള്ള സമയമാണ്. അന്ന് ഈ സ്വാമിക്ക് കാലടിയിൽ വന്ന് അവിടെ ആശ്രമത്തിൽ വന്ന് വിസിറ്റേഴ്സൊക്കെ വന്നാൽ ഇരിക്കുന്നിടത്ത് വന്ന് അവിടെ ഒരു കസേരയിൽ സ്വാമി അങ്ങോട്ടിരുന്നു. ഒരു സാധാരണ കസേരയാണ്, അതിനകത്ത് ഒരു ടവൽ പോലും വിരിച്ചിട്ടില്ല. സാധാരണ കസേര 2 കുഷനുണ്ട്, അത്രേ ഉള്ളൂ. അദ്ദേഹം അവിടെ വന്നിങ്ങിരുന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കൂടെ വന്നവരും കൂടെ അവിടെ നിലത്തൊക്കെ ഇരുന്ന് അവരാരും ഒരു കസേരയിലും ഇരിക്കുന്നില്ല, ഒരു വലിയ ഭവ്യതയോടെയാണ്. അപ്പോൾ ഗണായൻ സ്വാമി എന്നോട് പറഞ്ഞു, ഈ ചായ കൊണ്ടുപോയി ചിന്മയാൻ സ്വാമിക്ക് കൊടുക്കാൻ പറഞ്ഞു. ഈ നമ്മുടെ ഇവിടെ ഇപ്പോൾ നിങ്ങളൊക്കെ വെള്ളം കുടിക്കുന്നുള്ളൂ, ഒരു സാധാരണ സ്റ്റീൽ ഗ്ലാസ്സിൽ ചായ ഒഴിച്ചു തന്നു. ഞാനിതവിടെ കൊണ്ടുവന്ന് അങ്ങ് കൊടുക്കുകയും ചെയ്തു. അപ്പോൾ ഈ സ്വാമിക്ക്, ചിന്മയാൻ സ്വാമിക്ക് കഴിക്കാനായിട്ട് പ്രത്യേകം ഗ്ലാസും സ്പൂണും ഇതൊക്കെ, അത് വെള്ളിയിലുള്ള ഗ്ലാസ്സാണ്, ഞാൻ കണ്ടതാണത്. അത് തുടയ്ക്കാനുള്ള ടവല് ഇതൊക്കെ ആയിട്ടൊക്കെ ഇവർ ഇരിപ്പുണ്ട്. ഞാനിത് കൊണ്ടുവന്ന് നേരിട്ട് സ്വാമിയുടെ കയ്യിലോട്ട് കൊടുത്തു. സ്വാമി അത് വാങ്ങി അതിൽ നിന്ന് അങ്ങോട്ട് കുടിക്കുകയും ചെയ്തു, ഒരു പ്രശ്നമില്ല. അപ്പം അത് കഴിഞ്ഞ് ഈ സ്ത്രീ ഗ്ലാസ് ചോദിക്കുന്നുണ്ട്, പക്ഷെ സ്വാമി കൊടുക്കുന്നില്ല. സ്വാമി വലത് കയ്യിൽ നിന്ന് ഇടത്ത കയ്യിലേക്ക് വാങ്ങി ഇങ്ങനെ മാറ്റി പിടിക്കുവാണ്. നോക്കിക്കോണോ. എന്നിട്ട് അപ്പോൾ ഗണാൻ സ്വാമി അവിടെ നിന്നു, അവിടെ നേരെ എതിരില്ല സ്വാമിയുടെ മുറിയുടെ വാതിക്കൽ നിന്നുകൊണ്ട് പറഞ്ഞു,
അയാൾ ഇവിടെ സ്വാമിയാവണമെന്ന് പറഞ്ഞ് വന്നിരിക്കുകയാണ്, വലിയ പ്രായമൊന്നുമില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ചിന്മയാൻ സ്വാമി എന്നെ ഇങ്ങനെ ചേർത്ത് പിടിച്ചു. അതിൻ്റെ ഭാഗത്തൊന്നും അന്ന് എനിക്കറിയൊന്നുമില്ല. ചിന്മയാൻ സ്വാമി ഇപ്പോൾ ഒരാൾ ഇതുപോലെ ഒരു കറുത്ത ടീഷർട്ടൊക്കെ ഇട്ട് ഒരൊറ്റ കൊണ്ടുപോയി കിട്ടി ടിപ്പ് ടോപ്പായിട്ട് നിൽക്കുന്ന ചെറുപ്പക്കാരുണ്ട്. ഒരാളെ ഇങ്ങനെ ചേർത്ത് പിടിക്കുക. എന്നിട്ട് എന്നോട് ഇംഗ്ലീഷിൽ ചോദിച്ചു, ഹാവ് യു റെഡ് എന്താണെന്ന് അറിയില്ല, ഇംഗ്ലീഷിലാണ് ചോദിച്ചത്. ഗോസ്പൽ എന്ന് ചോദിച്ചു, അതെനിക്കറിയാം. ഹാവ് യു റെഡ് ദി ഗോസ്പൽ ഓഫ് ശ്രീരാമകൃഷ്ണ എന്നായിരിക്കണം ചോദിച്ചത്, അറിയില്ല. ഞാനിങ്ങനെ മെഴുകസ്യാൻ നോക്കുക, കാരണം നമുക്കത് മനസ്സിലാവില്ലല്ലോ. ഗ്രാമപ്രദേശത്ത് നിന്ന് വന്ന ഒരാളാണ്, ഇംഗ്ലീഷൊന്നും മനസ്സിലാവുകയൊന്നുമില്ല. അപ്പോൾ വീണ്ടും എൻ്റെ മുഖത്തേക്ക് വന്നു. അപ്പോൾ ഇങ്ങനെ ചേർത്ത് നിർത്തിയിരിക്കുകയാണ്. വീണ്ടും എന്നോട് ചോദിച്ചു, ശ്രീരാമകൃഷ്ണ വചനാമൃതം വായിച്ചിട്ടുണ്ടോ? ഞാൻ പറഞ്ഞു, ഞാൻ ഇപ്പോൾ വായിക്കാൻ തുടങ്ങി എന്ന് പറഞ്ഞു. അപ്പോൾ ചിന്മയാൻ സ്വാമി പറഞ്ഞത്, ഇംഗ്ലീഷിൽ പറഞ്ഞ അന്നത് ആ വാക്കുകൾ, മഹാത്മാക്കൾ പറയുന്ന വാക്കുകൾ ഒരിക്കലും നമ്മളുടെ മനസ്സിൽ നിന്നും അന്തരീക്ഷത്തിൽ നിന്നും ആയില്ല. ആ വാക്കുകൾ ഇപ്പോഴും ഓർമ്മയുണ്ട്. അപ്പം അദ്ദേഹം പറഞ്ഞത്, യെസ്, ദാറ്റ് ഈസ് ദ ബുക്ക് വെയർ യുവർ സ്പിരിച്വൽ ലൈഫ് വിൽ സ്റ്റാർട്ട് ആൻഡ് ദാറ്റ് ഈസ് ദ ബുക്ക് ദ സ്പിരിച്വൽ ലൈഫ് വിൽ എൻഡ്. പറഞ്ഞതിൻ്റെ അർത്ഥമൊന്നും എനിക്കറിയില്ല. ഞാനത് കേട്ടു, പക്ഷെ ആ വാക്കുകൾ എൻ്റെ കാതിലേക്ക് അതങ്ങ് പോയത്, അകത്തേക്ക് പോയി, അത് വളരെ ഡീപ്പായിട്ട് അവിടെ പതിഞ്ഞു കിടന്നു. അതുകൊണ്ടാണ് എനിക്ക് ഇന്നും ആ വാക്കുകൾ അതുപോലെ ഓർമ്മയുണ്ട്. പിന്നെ എത്രയോ വർഷം കഴിഞ്ഞ്, സന്യാസമൊക്കെ കഴിഞ്ഞ് വചനാമൃതം ക്ലാസ് എടുക്കാൻ പോകുന്ന സമയത്താണ് ചിന്മയാൻ സ്വാമി പറഞ്ഞ് ആ 2 സെൻറ്റൻസിൻ്റെ അർത്ഥം എത്ര വലുതാണ്. അർത്ഥം മനസ്സിലായി എന്നല്ല ഞാൻ പറയുന്നത്, അതെത്ര വലുതാണ്. കാരണം അമൃതാനന്ദമയി അന്ന് പറഞ്ഞിരുന്നു, രാമകൃഷ്ണ വചനാമൃതം ക്ലാസ് ഇല്ലാതെ സത്സംഗം നടത്താൻ പാടില്ല. 90കളിൽ അതൊരു നിയമമായിരുന്നു. രാമകൃഷ്ണ വചനാമൃതം ഇല്ലാതെ അമൃതാനന്ദമയി സത്സംഗം നടത്താൻ പാടില്ല. അപ്പോൾ അത് കാരണം അന്നൊക്കെ ഒരുപാട് വചനാമൃത ക്ലാസ്സിൽ ഒരു ദിവസം ചില ഞായറാഴ്ചകളിൽ 2-3 വചനാമൃത ക്ലാസ്സുകളൊക്കെ ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പോഴാണ് മനസ്സിലാകുന്നത് എന്താണ് അതിൻ്റെ വലിപ്പം. അങ്ങനെയുള്ള വചനാമൃതത്തിൽ നിന്ന് ചില സംഭവങ്ങൾ, ചെറിയ സംഭവങ്ങൾ എടുത്തിട്ട് കവിതാരൂപത്തിലാക്കിയതാണ് ശ്രീരാമകൃഷ്ണ ഗീത എന്ന് പറയുന്ന കുട്ടമത്തിൻ്റെ ഈ കൃതി. പക്ഷേ ഇതിനെ നമുക്കിവിടെ അങ്ങനെ വലിയ ഇതൊന്നും കിട്ടുകയൊന്നുമില്ല. കാര്യം മലയാളികളെ സംബന്ധിച്ച് നമുക്കുള്ള ഏറ്റവും വലിയൊരു ഗുണം എന്താണെന്നാൽ, നമുക്ക് പ്രയോജനപ്പെടുന്നതോ അല്ലെങ്കിൽ നമ്മൾ ബഹുമാനിക്കേണ്ടതോ ആയ ഒന്നിനെയും നമ്മൾ അംഗീകരിക്കില്ല. ഇത് ഏത് തലത്തിലുള്ളവരാവട്ടെ. സി കെ രാ എന്ന് പറയുന്ന വളരെ പ്രശസ്തനായ, അതായത് നമ്മുടെ ഭരണഘടനയ്ക്ക് ചിത്രങ്ങൾ വരച്ച നന്ദലാൽ ബോസിന് കോണ്ടംപററി ആയിട്ടൊക്കെ ജീവിച്ചിരുന്ന സി കെ രാ എന്ന് പറയുന്ന ഒരു മനുഷ്യൻ തിരുവല്ലയിൽ ജനിച്ച് വളർന്ന് ലോകപ്രശസ്തനായി. കേരളത്തിൽ ആരോടെങ്കിലും ചോദിച്ചു നോക്കിയേ സി കെ രായെ പറ്റി വല്ലതും അറിയാവുന്നു? സി കെ രായ ഞാൻ ഒരുപാട് പേരോട് ആർട്ടിസ്റ്റുകളോട് ചോദിച്ചിട്ടുണ്ട്, അവർക്കറിയില്ല. ആകെക്കൂടെ അറിയാവുന്ന ഒരേ ഒരു ആർട്ടിസ്റ്റാണ് കേരളത്തിൽ, രാജാ രവിവർമ്മ. എന്തുകൊണ്ടാണ് അറിയപ്പെടുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, രവിവർമ്മയുടെ ചിത്രങ്ങൾ കച്ചവടം നടത്തുന്ന ആളുകൾ ധാരാളം ഉണ്ട്, അതുകൊണ്ടാണ്. അപ്പം അതുപോലെ വേറെ ഒരുപാട് പേരുടെ പേര് പറയാൻ പറ്റും. അതുപോലെ തന്നെയാണ് ശ്രീരാമകൃഷ്ണ ഗീത. ഇപ്പം ഞാൻ ഇത് പറയുമ്പോൾ ഒരു കാര്യം കൂടെ ഓർക്കുന്നുണ്ട്, നിങ്ങളൊക്കെ ഒരുപക്ഷെ ഓർമ്മയുണ്ടാവും. നമ്മളുടെ കുട്ടികളുടെ ക്ലാസ് ഉദ്ഘാടനം ചെയ്യാനായിട്ട് ഇവിടെ വന്നിരുന്ന സുരേഷ് കുമാർ, അദ്ദേഹം അന്ന് രാവിലെ ഇവിടെ വന്നിരുന്നു. അപ്പം ഞങ്ങളിങ്ങനെ ഇരുന്ന് ഓരോന്ന് സംസാരിക്കുന്ന അവസരത്തിൽ ആ സീരിയലിലെ കഥാനായകനായിട്ടുള്ള അയാളുടെ പേര് ബിജു സോപാൻ എന്ന് എനിക്കറിയുള്ളൂ, കഥയിലെ പേര് എനിക്കറിയില്ല. എന്തായാലും ഈ ബിജു സോപാൻ ഒരിക്കലൊരു ഇൻ്റർവ്യൂവിൽ പറയുന്നുണ്ട്, അദ്ദേഹം ഈ അഭിനയത്തെ പറ്റിയും അതിനെപ്പറ്റി കൂടുതൽ ആഴ്ന്ന് പഠിക്കുകയൊക്കെ ചെയ്തതൊക്കെ നെട്ടയൻ രാമകൃഷ്ണാശ്രമത്തിൽ ഞങ്ങൾ ചില ഫ്രണ്ട്സ്, ശിവകുമാർ, അങ്ങനെ വേറെ ചില പേര് പറഞ്ഞിട്ട് ഞങ്ങളൊക്കെ ഒത്തുകൂടുമ്പോഴാണ്. രാമകൃഷ്ണാശ്രമങ്ങളിൽ ഒത്തുകൂടുന്നവർ ചർച്ച ചെയ്യുന്ന വിഷയങ്ങളാണ്, അതാണ് അതിൻ്റെ പ്രത്യേകത. അപ്പോൾ സുരേഷ് കുമാറിനോട് ഞാനിത് പറയുമ്പോൾ സുരേഷ് കുമാർ എന്നോട് പറഞ്ഞു,
എൻ്റെ എല്ലാ ഇൻ്റർവ്യൂവിലും ഞാൻ പറഞ്ഞിട്ടുണ്ട്. എനിക്ക് ഒരുപാട് അപ്പോൾ എന്നോട് പറഞ്ഞു സ്വാമിയുടെ പേര്, എൻ്റെയും പൂനാത്മാൻ സ്വാമിയുടെയും പേര് 2 ഇൻ്റർവ്യൂവിൽ എടുത്ത് പറഞ്ഞിട്ടുണ്ട്. ഈ എപ്പിസോഡുകളിലെ പല സംഭവങ്ങളും ഇതുപോലെ അബ്ദുൽ സ്വാമി ചിലപ്പോൾ ചില സംഭവങ്ങൾ ചില നടന്നതോ ഒക്കെ ആയ സംഭവങ്ങളൊക്കെ പറയുമ്പോൾ അതിൽ നിന്ന് ഉരുത്തിരിഞ്ഞ് വന്നിട്ടുള്ളതാണ്. പക്ഷേ ചാനലുകാർ അതെല്ലാം കട്ട് ചെയ്യും. അവർക്ക് അതൊന്നും ആവശ്യമില്ല. അവർക്ക് ആവശ്യം പുറമേ ഉള്ള ഒരു മോടി മാത്രം മതി, അതിനപ്പുറത്തേക്കൊന്നും വേണ്ട. അവർക്ക് ചിരിക്കാനുള്ള വിഷയങ്ങൾ മാത്രം മതി. പുള്ളി തന്നെ പറഞ്ഞത്, സുരേഷ് കുമാർ തന്നെയാണ് പറഞ്ഞത്. അതുപോലെ എല്ലാ ഇൻ്റർവ്യൂവിലും ഞാൻ പറഞ്ഞിട്ടുണ്ട്, ആശ്രമത്തിൽ വെച്ചിട്ട് ഞങ്ങൾ ഇന്ന കാര്യങ്ങൾ ചർച്ച ചെയ്തിട്ടുണ്ട്. നേരത്തെ ആശ്രമത്തിനെ പറ്റിയും അതിൻ്റെ ആ സ്ഥലത്തെ പറ്റിയും അതുപോലെ അവിടുമായി ബന്ധപ്പെട്ട് പോകുന്ന ആളുകളെ പറ്റിയും ഒക്കെ പറഞ്ഞിട്ടുണ്ട്. ചാനലുകാരതെല്ലാം കട്ട് ചെയ്യും. അവർക്ക് ആശ്രമമോ അല്ലെങ്കിൽ ഈ പറയുന്ന ആധ്യാത്മികതയൊന്നും അവർക്ക് ആവശ്യമില്ല. സോ നമ്മുടെ മീഡിയാസ് എല്ലാം തന്നെ അങ്ങനെയാണ്. അപ്പം അതുകൊണ്ട് തന്നെയാണ് ശ്രീരാമകൃഷ്ണ ഗീത എന്ന പുസ്തകത്തിനും അധികം പ്രശസ്തി ഉണ്ടാവാതെ പോയത്. പക്ഷേ യഥാർത്ഥത്തിൽ മുമ്പ് പറഞ്ഞതുപോലെ ഈ കടിച്ചാൽ പൊട്ടാത്ത വേദാന്തം അത് വളരെ ലളിതമായി നല്ല മലയാള ഭാഷയിൽ ഒരു 10ാം ക്ലാസ് പഠിക്കുന്ന കുട്ടിക്ക് പോലും വായിച്ചാൽ മനസ്സിലാവുന്ന രീതിയിലാണ് ശ്രീ കുട്ടമത്ത് എഴുതിയിരിക്കുന്നത്. അപ്പം അതിലെ ഒരു സമയം കഴിഞ്ഞിരിക്കുന്നു. ഒരു 1-2 ശ്ലോകം പറഞ്ഞങ്ങ് അവസാനം. ആത്മജ്ഞാനം, അതാണല്ലേ ഏറ്റവും വലിയ ടഫായ സബ്ജക്റ്റ്. ആത്മജ്ഞാനം ഉണ്ടാവുമെന്ന് വെച്ച് കഴിഞ്ഞാൽ എളുപ്പമുള്ള കാര്യമല്ല. പക്ഷെ ഇവിടെ കുട്ടമത്ത് പറയുന്നത് തന്നെത്താൻ അറിയും മർത്യൻ അറിയാം ഈശനെയുമേ. തന്നെത്താൻ അറിയും മർത്യന് അറിയാം ഈശനെയുമേ. ഈശ്വരനെ അറിയാൻ എന്ത് ചെയ്യണം? ആദ്യം ഞാൻ എന്നെ അറിയണം. എന്നെപ്പറ്റി എനിക്കറിയാമെങ്കിൽ എനിക്ക് ഈശ്വരനെ പറ്റിയും അറിയാം. അതാണ് വിവേകാനന്ദ പറയുന്നത്, എവിടെയോ ഒരു മൂലയിലിരിക്കുന്ന ഭഗവാൻ എല്ലാ ദിവസവും 10,000 രൂപ ഇത് കൊണ്ടുവന്ന് എൻ്റെ തലകൾ കീഴ് വയ്ക്കുമെന്ന് പറഞ്ഞ് അങ്ങനെ ഒരു ഈശ്വരനിലൊന്നുമല്ല എൻ്റെ വിശ്വാസം. ആദ്യം ഞാൻ അറിയണം ഞാൻ ആരാണ്, എന്താണ്. എന്നിട്ടോ ഞാൻ പ്രത്യേകമായി ഒന്നുമില്ലെന്നുള്ളത് കാണുമേ. കയ്യല്ല ഞാൻ, കാലല്ല, രക്തമാംസവുമല്ല ഞാൻ പ്രത്യേകമായി ഒന്നുമില്ലെന്നുള്ളത് കാണുമേ. നമ്മളൊക്കെ ധരിച്ചിരിക്കുന്ന ഞാൻ ഉൾപ്പെടെ ഇപ്പം ഞാനില്ലെങ്കിൽ ഞാൻ ഈ ട്രീറ്റ്മെൻറ്റോ കഴിച്ചുകൊണ്ട് അവിടുന്ന് ഈ ഡോക്ടർ തിരിച്ചു പോകാം എന്ന് പറയുന്ന സർട്ടിഫിക്കറ്റ് തരുന്നതിന് മുമ്പ് തന്നെ ഞാൻ ടിക്കറ്റ് ബുക്ക് ചെയ്തിരുന്നു. എന്താ കാര്യം? ഞായറാഴ്ച സത്സംഗമുണ്ട്. അപ്പോൾ എൻ്റെ അഹങ്കാരം, ഞാൻ സ്വയം പറയുകയാണ്, എൻ്റെ അഹങ്കാരം ഞാൻ എത്തിയില്ലെങ്കിൽ ഈ സത്സംഗം എന്താകും എന്നുള്ളതാണ്. ഞാൻ എത്തിയില്ലെങ്കിൽ സത്സംഗം നടക്കും. പക്ഷേ എൻ്റെ ഞാൻ എന്ന ആ അഹങ്കാരം ഞാനില്ലെങ്കിൽ നടക്കില്ല എന്നുള്ള തോന്നൽ. അതുകൊണ്ട് ഓപ്പറേഷൻ കഴിഞ്ഞതിൻ്റെ 3-ാം ദിവസം തന്നെ ഡോക്ടർ അതായത് ഡിസ്ചാർജ് ചെയ്ത് കഴിഞ്ഞ് റിവ്യൂ 12-ാം തീയതി ആണെന്ന് പറഞ്ഞപ്പോൾ അപ്പോൾ പിന്നെ എനിക്ക് വേറെ ഒരു 2 ദിവസത്തെ പണി അവിടെ ഉണ്ടായിരുന്നു. അതും കൂടെ കണക്ക് കൂട്ടിയിട്ട് ശനിയാഴ്ച ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ പറഞ്ഞു. അവിടെ ഞാൻ ആരോ ആണ് എന്ന് എൻ്റെ തോന്നലാണ്. പക്ഷെ ഇവിടെ പറഞ്ഞ എന്താണ്? ഞാൻ പ്രത്യേകമായി ഒന്നുമില്ലെന്നുള്ളത് കാണുമേ. ഞാനെന്ന വ്യക്തി ഇല്ലെങ്കിൽ ഈ ലോകം ഇങ്ങനെയൊക്കെ തന്നെ പോകും, സംശയമൊന്നുമില്ല. പിന്നെ ഞാൻ എന്തൊക്കെയോ ആണെന്ന് വിശ്വസിക്കുന്നു. എന്തൊക്കെയാ? കൈയല്ല ഞാൻ, കാലുമല്ല, രക്തമാംസവുമല്ല ഞാൻ, ദേഹമല്ല, മനസ്സല്ല, ഹന്ത ബുദ്ധിയുമല്ല ഞാൻ, ഉള്ളതിൻ തൊലി ഓരോന്നായി തള്ളി നോക്കുകിലെങ്ങുമേ. കയ്യും കാലും ഇതൊന്നുമല്ല. ശങ്കരാചാര്യരും പറഞ്ഞിട്ടുണ്ട് ഞാൻ ശിവോഹമാണ്. പക്ഷെ ആ ശിവോഹമാണ് എന്ന് മനസ്സിലാക്കാൻ കുറച്ച് വേദാന്തം വേണ്ടി വരും. ഇവിടെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്, ഞാൻ ദേഹമല്ല, മനസ്സല്ല, ബുദ്ധിയല്ല, ഇതൊന്നുമല്ല. പിന്നെ ഇതൊന്ന് പൊളിച്ചു നോക്കിയാൽ എന്താ കിട്ടുക? തള്ളി നോക്കുകയില്ലെങ്ങുമേ തൊലിയല്ലാതെ അശേഷിച്ചു കഴമ്പെന്തുണ്ടെടുക്കുവാൻ. തൊള്ളി പൊളിച്ച് ഈ ഇറച്ചിയും എന്താ പറയുക മാംസവും മജ്ജയും രക്തം ഇതൊക്കെ പോയി കഴിഞ്ഞാൽ പിന്നെ എന്താ കിട്ടാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒന്നുമില്ല. ഇതെല്ലാം കൂടെ പൊതിഞ്ഞ് കൂട്ടി വെച്ചിരിക്കുന്ന
അതിൻ്റെ പുറമേ കാണുന്ന തൊലിയുടെ നിറം മാത്രമാണ് എൻ്റെ പേരും പ്രശസ്തിയും. ഒരുപക്ഷെ ഞാൻ ഇനിയിപ്പോൾ എങ്ങോട്ടെങ്കിലും പോവുകയാണെങ്കിലോ അതേ വാർത്തലോകൻ സ്വാമി പോകുന്നു എന്ന ഒരു തോന്നൽ നിങ്ങളുടെ മനസ്സിലുണ്ടാക്കിയെടുക്കുന്നു എങ്കിൽ അത് എൻ്റെ പുറമേയുള്ള തൊലി കൊണ്ട് മാത്രമാണ്. അല്ലാതെ ഞാൻ വലിയ പരമാചാര്യനായിട്ടോ അല്ലെങ്കിൽ വലിയ VIP ആയിട്ടോ ഒന്നുമല്ല. ഇപ്പം ഈ ഞാൻ എന്താണെന്നൊന്ന് മനസ്സിലാക്കിയാൽ പിന്നെ പ്രത്യേകിച്ച് ഈശ്വരൻ എന്താണെന്ന് അന്വേഷിക്കേണ്ട കാര്യമില്ല. അതിങ്ങോട്ട് ഈ വിഷയം തന്നെ വളരെ ലളിതമായി ഒരു കുറച്ച് ശ്ലോകങ്ങളിൽ പ്രത്യേകം പറയുന്നുണ്ട്. എന്തായാലും ഞാൻ അതിൽ കിടക്കുന്ന എന്നാൽ ശേഷിപ്പതൊടുവിൽ എന്തത് ആത്മാവ് തന്നെയാം അപക്വം പക്വമെന്നേവൻ രണ്ടും മാതിരിയുണ്ടഹം. ഞാൻ രണ്ട് ജ്ഞാനൻ, പക്വമായാകും അപക്വമായാകും. ഇപ്പം ഞാൻ എന്താണെന്ന് അന്വേഷിച്ച് പോയി കഴിഞ്ഞാൽ എന്തൊക്കെയാണ് എന്നുള്ളത് നേരത്തെ പറഞ്ഞു. കൈയും കാലും മനസ്സും അത് ഇതൊന്നുമല്ല. ഞാൻ പഠിച്ച വിദ്യാഭ്യാസമോ ഒന്നുമല്ല. നമ്മുടെ പല സിനിമാ പാട്ടുകളിലും പോലും ഇങ്ങനെയുള്ള വേദാന്തങ്ങൾ പറയുന്നുണ്ട്. മുടിയൊക്കെ ചീങ്ങി ഒതുക്കിയ കഥകളൊക്കെ പഴയ ഒരു സിനിമാ പാട്ടിൽ പറയും. എന്നിട്ട് ഇതെല്ലാം ഒതുക്കി വെച്ചുകൊണ്ട് ഈ ലോകം മുഴുവനും ഞാൻ കീഴടക്കും, അതിനുള്ള ബുദ്ധി എനിക്കുണ്ട് എന്ന അഹങ്കാരത്തോടു കൂടി വർത്തിക്കുന്ന മനുഷ്യ, അവസാനം നീ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഈ 6 അടി മണ്ണിനും നിനക്ക് അവകാശമല്ല. കാരണം എന്താ, അത് കത്തിച്ച് കളഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ചാമ്പലേ ഉള്ളൂ. അവിടെ അടുത്ത ആൾ അതിൻ്റെ വാശി വരും, അല്ലേ? അത്രയേ ഉള്ളൂ നമ്മൾ എന്ന് പറയും. ആത്മവിദ്യാലയമേ അവരിയിൽ അവിടെയാണ് നമ്മുടെ മഹത്വം. ഞാനെന്ന വ്യക്തി ഇത് മനസ്സിലാക്കേണ്ടത്. ഇതുപോലെ ഈ ആത്മജ്ഞാനത്തെ പറ്റി വീണ്ടും കുറേ അധികം ശ്ലോകങ്ങളുണ്ട്. എന്തായാലും നീട്ടിക്കൊണ്ടു പോകുന്നില്ല, സമയമായതുകൊണ്ട് ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. എന്തൊക്കെയോ പറഞ്ഞിട്ടുണ്ട്, പക്ഷെ എന്താണെന്ന് അങ്ങനെ ഒരു ഓർഡറിൽ ഞാൻ വന്ന് ക്ലാസ് എടുക്കണം എന്നുള്ള ഒരു രീതിയിലല്ല ഇവിടെ ഇന്ന് വന്നിരുന്നത്. എന്തായാലും നമുക്ക് അടുത്ത ക്ലാസ്സുകളിൽ എനിക്ക് തോന്നുന്നു ഇത് തന്നെ ചർച്ച ചെയ്യാമെന്ന് തോന്നുന്നു. ഇത് ഞാൻ അധികം വായിച്ചിട്ടില്ല. യഥാർത്ഥത്തിൽ അന്ന് ഇവിടെ ഈ പുസ്തകം കൊണ്ടുവന്നപ്പോൾ ഒരു 3-4 ശ്ലോകം വായിച്ചിട്ട് മടക്കി വെച്ചു. അപ്പം ഇന്നിപ്പോൾ ഇവിടെ ഇരുന്നപ്പോൾ എന്താണെന്ന് പറയുക എന്ന് വിചാരിച്ചപ്പോൾ മേശപ്പുറത്തി ഒരു പുസ്തകം മാത്രമേ ഇരിപ്പുണ്ടായിരുന്നു. അപ്പോൾ അതെടുത്ത് വീണ്ടും ആദ്യത്തെ ഒരു 5-6 ശ്ലോകം മാത്രം ഒന്ന് വായിച്ചു നോക്കിയതേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഞാനും ഒന്ന് വായിച്ചിട്ട് നമുക്ക് നോക്കാം എത്ര കണ്ട് എനിക്കിത് വിജയിപ്പിക്കാൻ സാധിക്കുന്ന അറിയില്ല. എങ്കിലും